Hi everyone, welcome to another video of mine. My name is Lija John. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. വേറൊന്നുമല്ല, എൻ്റെ ആങ്കറിങ് കരിയറിൽ അല്ലെങ്കിൽ ഞാൻ MC ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ എൻ്റെ 50th പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നോർമലി ഒരു MC ചെയ്യുന്ന ഒരാളിന് അല്ലെങ്കിൽ ഒരു MCയെ സംബന്ധിച്ചിടത്തോളം ഒരു 50th വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, കാരണം അവർ ഒരുപാട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആങ്കർ അല്ലെങ്കിൽ MC എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നും അല്ല. അപ്പം എനിക്ക് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു ലക്ക് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗോഡ്സ് ഗ്രേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഒരു MC ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ഞാനൊരു ആങ്കറിങ് ഒക്കെ ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തന്നെ നേടിയെടുത്ത ഒരു അല്ലെങ്കിൽ നമ്മൾ തന്നെ വഴി വെട്ടി അവിടേക്ക് എത്തുക എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ ഞാൻ തന്നെ ചെയ്ത് എനിക്ക് വേണ്ടി ആ ഒരു പൊസിഷൻ എന്നല്ല, ആ ഒരു എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. എനിക്കൊരു ആങ്കർ ആവണം, ആങ്കറിങ് ചെയ്യണം, വെഡ്ഡിങ് സെറമണീസ്, എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ ഹോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനത് നേടിയെടുത്തു. ആ ഒരു ഇഷ്ടം ഞാൻ ചെയ്തു. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്രയും വർക്ക് ഞാൻ ചെയ്യും എന്ന്. വേറൊരാളിനെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയ ഒരു നമ്പറൊന്നും അല്ല 50 എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഞാൻ എങ്ങനെ ഈ ഒരു 50 വരെ എത്തി, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ 50th വർക്കിലേക്ക് വന്നു. ഒത്തിരി സന്തോഷം ഒക്കെയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സംഗീത് ഡേ ആണ്, സംഗീത് പ്രോഗ്രാമാണ്. കാർത്തിക് രേഷ്മ എന്ന് പറയുന്ന ഒരു കപ്പിളിൻ്റെ. അപ്പം അത് കായംകുളത്ത് വെച്ചാണ്. കായംകുളം അല്ല, ആക്ച്വലി അത് കായംകുളത്തിന് പോകുന്ന വഴിയാണ്, ഓലകെട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ്. സാധാരണ സംഗീത് നൈറ്റാണ് വരുന്നത്, ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ്. പക്ഷെ ഇന്ന് ഇത് ഡേ ടൈമിലാണ് പ്രോഗ്രാം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ ഈവനിങ്ങും എനിക്ക് ഒരു ആങ്കറിങ് ചെയ്യാനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. പക്ഷെ ഇന്നലെ എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കോമഡിയാണ്, വേറെ ഒന്നുമല്ല. എനിക്ക് വേറെ എവിടെ വേണമെങ്കിലും പോയി എനിക്ക് പ്രോഗ്രാം ചെയ്യാം. എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ സ്വന്തം പള്ളിയിൽ, ഇടവക പള്ളിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പാരിഷ് എന്നൊക്കെ പറയത്തില്ലേ, സ്വന്തം പള്ളിയിൽ 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടി, ചമ്മൽ ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പള്ളിയിൽ അങ്ങനെ ഒരുപാട് പരിപാടിക്കൊന്നും അങ്ങനെ കയറാറില്ലായിരുന്നു. പല കാരണങ്ങളുണ്ട്, സമയമില്ലാത്ത കാരണം, പിന്നെ അതുപോലെ അവൈലബിൾ അല്ലാത്ത കാരണം, അങ്ങനെ എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് ഇന്നലെ എൻ്റെ പ്രോഗ്രാം ശരിക്കും എൻ്റെ സ്വന്തം ഇടവക പള്ളിയിൽ തന്നെയുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഇന്നലത്തെ പ്രോഗ്രാം കുറച്ച് ലേറ്റായി, കഴിഞ്ഞപ്പോൾ രാത്രിയായി. എന്നിട്ട് വന്നു ഞാനപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം, ഡ്രസ്സ്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷനിൽ ഞാൻ ചെയ്ത ഒരു സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2019 തിരുവല്ല കല്യാൺ സിൽക്സിൽ നിന്ന് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാനൊരു ഡിസൈനൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് ഞാനിത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം പുള്ളിക്കാരി നമ്മളെ പറയുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. ഞാൻ വേറെ ഏതൊക്കെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടിയതിനേക്കാളും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഈ ചേച്ചിയുടെ അടുത്തു നിന്നാണ്.
അപ്പോൾ ഞാൻ ചേച്ചിയെ കൊണ്ട് തന്നെ ഒരു 2019 ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. അത് എല്ലാ വർഷവും നമ്മളെല്ലാവരും ക്രിസ്മസ് ടൈമിൽ റെഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പം ഞാനും ആ വർഷം റെഡാണ് എടുത്തത്. അപ്പോൾ റെഡും ബ്ലാക്കും കൂടെ ഉള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഗൗണൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സമയമായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ ഗൗണ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു ദിവസം ആ ഒരു ഗൗൺ ഇട്ടു. പിന്നെ ഞാൻ ആ ഒരു ഗൗൺ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ അതെനിക്ക് കുറച്ച് എക്സ്പെൻസീവായ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലത്തെ കുറച്ച് ഹെവി ഡ്രസ്സസ്, പാർട്ടി വെയർ ഡ്രസ്സസൊക്കെ ഇതുപോലെ അലമാരിക്കകത്തിലിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ഈ MC ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഞാൻ ആ ഡ്രസ്സെല്ലാം വീണ്ടും ഇടാൻ തുടങ്ങി. അല്ലാതെ ഞാൻ ആ ഡ്രസ്സ് ഇടാറേ ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയാൽ പോലും, അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയാൽ പോലും ഞാൻ ഈ പാർട്ടി വെയർ ഡ്രസ്സ് ഇടുന്നതിനോട് എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് നോർമലായിട്ടുള്ള സിമ്പിൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനാണ് ഇഷ്ടം. എന്നാലും അത്യാവശ്യം ഇടും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡ്രസ്സ് ഇങ്ങനെ വെറുതെ എൻ്റെ വാർഡ്രോബിൻ്റെ ഏറ്റവും ബാഗിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്നാ ഇടുന്നേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ ഡ്രസ്സ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഗൗണായിട്ടിരുന്ന കുറച്ച് ഹെവിയാണ്. അപ്പം ഞാൻ എന്തായാലും അതിടാൻ പോകുന്നില്ല. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയ ഒരു ട്രെൻഡ്. അത് കാരണം ഇതിനെ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് ഇതൊരു 2 പീസ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. ഇതൊരു ലെഹങ്ക പോലെ ആക്കിയാലോ എന്ന് വിചാരിച്ചു. മുകളിൽ റെഡ് ടോപ്പ്, താഴെ ബ്ലാക്ക് സ്കേർട്ട്, അങ്ങനെ ചെയ്താലോ. അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നൈസ് ഐഡിയ, കൊള്ളാം, അങ്ങനെ ചെയ്താൽ അത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിലെ അമ്മയോട് പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയോട് പറയും. സ്പെഷ്യലി ഇതുപോലെയുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് അമ്മയോട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാനത് സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയി ഓൾട്ടർ ചെയ്തെടുത്തു. അങ്ങനെ ഫൈനലി എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നു. ഇന്നലത്തെ പ്രോഗ്രാമിന് ഞാൻ അത് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നത്. നല്ല കോൺഫിഡൻ്റ് ആണ് ഇടുമ്പം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇത്രയും നാളും എനിക്ക് എന്തുകൊണ്ട് ഈ ഐഡിയ തോന്നിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് ഇട്ടു. സോ ഇന്ന് ഞാൻ ആ ഒരു ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. ഇന്ന് ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ 2019 സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അന്നത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഗൗണായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഈ സാധനം. അപ്പോൾ ഇത് കുറച്ച് ഹെവി വെയിറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഗൗൺ ടൈപ്പ് ഡ്രസ്സൊക്കെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോയതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഞാൻ വീടിന് പുറത്ത് സൂക്ഷിക്കുമായിരുന്നു. നമ്മുടെ വീടിന് പുറത്ത് ഒരു റൂമിൽ ഇതുപോലെ കുറച്ച് പഴയ അലമാരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു സ്റ്റോർ റൂമാണ്. അപ്പോൾ ആ സ്റ്റോർ റൂമിലെ ഒരു അലമാരക്കകത്തിൽ ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, ഇതൊന്ന് ഓൾട്ടർ ചെയ്യണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ അലമാരക്കകത്തുനിന്ന് പോയി അതെടുത്തു. എന്നിട്ട് ഞാനത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഓൾട്ടർ ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ശരണ്യ എന്നാണ്. ചേച്ചിയുടെ കൊണ്ട് കൊടുത്തു. ചേച്ചി എനിക്കത് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. അപ്പോൾ അതേ ഈ കാണുന്നതായിരുന്നു എൻ്റെ ഈ ഒരു ഗൗണ്. ഇതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഫോം. ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ സമയത്ത് ഇത് ഫങ്ഷൻസിനൊക്കെ ഇടുമായിരുന്നു. പക്ഷേ പിന്നെ എനിക്കിത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയതുപോലെ എനിക്ക് തോന്നി. ഇടുമ്പോൾ അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമ്മളുടെ കംഫർട്ടബിൾ ആണല്ലോ എപ്പോഴും ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ലെഹങ്കയാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഓൾട്ടർ ചെയ്തത്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ഡ്രസ്സ് സെപ്പറേറ്റ് ആക്കി. എനിക്കതിൻ്റെ കൈ കിട്ടി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ആ ഒരു ടോപ്പ് ഇതാണ് ടോപ്പ്. ഒരു റെഡ് കണ്ടില്ലേ? ഞാൻ ബാക്കിൽ ഓപ്പൺ ആക്കി. ബാക്കിൽ എന്നിട്ട് ഹുക്സ് വെച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ ഇതാണ് മുകളിലത്തെ ടോപ്പ്. ദെൻ സ്കേർട്ട് കാണിച്ചു തരാം. താഴത്തെ ബ്ലാക്ക് പോർഷൻ സ്കേർട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടില്ലേ? ഇങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വരും.
മുകളിലത്തെ പോർഷൻ, സ്കേർട്ടിൻ്റെ ടോപ്പ് ഇങ്ങനെ വരും, സ്കേർട്ടിൻ്റെ എഡ്ജ് ഇങ്ങനെ. ഇനി ഞാനത് ഇട്ട് കാണിക്കാം. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഓൾഡ് ഗൗണ് 2 പീസാക്കി ഒരു ലെഹങ്കയാക്കി ഞാൻ ഇട്ട് നോക്കി. അപ്പം ഇതാണ് ഡ്രസ്സ്. ഞാനിതിൻ്റെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ആൻഡ് ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ലെഹങ്കയുടെ ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ വേണ്ടി ഇഷ്ടപ്പെട്ടോ? എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് എനിക്കിത് കിട്ടുമെന്ന്. നമ്മളങ്ങനെ നമുക്ക് ഇന്ന് പ്രോഗ്രാമുള്ള സ്പോട്ടിലെത്തി. ഞാനും എൻ്റെ കസിനും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കായംകുളത്താണ് സ്ഥലം. കായംകുളത്ത് മിക്കാസ് കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നേരത്തെ എത്തിയിട്ടുണ്ട്. ഗസ്റ്റൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഫാമിലിയാണ്. അവരിങ്ങനെ വന്നിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വന്നപ്പോഴാണ് മൈക്കും ഒക്കെ സെറ്റ് ചെയ്യുന്നത്, അതേപോലെ DJ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ വന്നു, കുഴപ്പമില്ല, നല്ല കാര്യം. നേരത്തെ വരുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇത് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രോഗ്രാമാണ്. ബ്രൈഡിൻ്റെ ഫാമിലിയാണ് ഇന്നത്തെ ഈ ഒരു സംഗീതം ഇതിവിടെ നടത്തുന്നത്. ഇതാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇത് ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പം ഇവിടെ ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഒരു ചെറിയ ഹാളാണ്, ഈ കൺവെൻഷൻ സെൻറ്ററിലെ ചെറിയൊരു ഹാളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബ്രൈഡും ഗ്രൂമും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്ത് നമ്മൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുവാണ് ഇപ്പോൾ. നമുക്ക് നോക്കാം നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഏത് കളറിലുള്ള കോസ്റ്റ്യൂമിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിൽ വന്നു. നമ്മളവരെ വെൽക്കം ചെയ്തു. നല്ല അടിപൊളി എൻട്രി ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ശരിക്കും സംഗീത് പോലെ തന്നെ അവിടെ പുടവ കൊടുക്കൽ ചടങ്ങും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളവിടെ നടത്തുമായിരുന്നു. അതുമെല്ലാം നമ്മളവിടെ നല്ല രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്തു. കാർത്തിക്കിന് ഒരു ചേച്ചിയുണ്ട്, കീർത്തി. നമ്മുടെ ബ്രൈഡ് രേഷ്മ, she is the daughter of Mr. S.S. Kumar and Mrs. Anu S. Kumar. രേഷ്മയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, റോഷ്നി. She is doing her PG in SB College. She is married to Pradap, who is in Navy. They have a beautiful daughter, Alana. Okay. ഇനി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ സെറമണിയിലേക്ക് നമ്മൾ കടന്നു ചെയ്യാം. നമ്മുടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫാമിലി എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നാൽ നല്ലതായിരിക്കും. കുറച്ച് ഗ്രൂമിന്റെ സിസ്റ്ററിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാം. പെർഫോമൻസ് കാണാം. ഗ്രൂമിന്റെ ഫ്രണ്ട്സ് ചേർത്തിട്ട് നമുക്ക് വേണ്ടി ഇവിടെ ഒരു അടിപൊളി പെർഫോം ചെയ്യാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇരുന്ന് കണ്ടാലോ? എല്ലാവരും ഒന്ന് ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ബാക്കിലിരിക്കുന്നവർക്ക് നന്നായിട്ട് കാണാമായിരുന്നു. നമുക്ക് പെർഫോമൻസ് ഇവിടെ കാണാം. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഓക്കെ, നമ്മളിവിടെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് വീണ്ടും കാണാൻ പോവുകയാണ്. നമ്മുടെ ബ്രൈഡിന്റെ കസിൻസിന്റെ ഡാൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം. നമ്മളിവിടെ ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഈ സമയത്ത് ഫുഡ് കഴിക്കാനുള്ളവർക്ക് ഫുഡ് കഴിക്കാവുന്നത് കൂടിയാണ് കേട്ടോ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ രേഷ്മ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? ബ്ലാക്ക് ആണോ? കറക്റ്റ് അല്ലേ? നമുക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം. ചേട്ടൻ ആദ്യത്തെ തന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. അതായത് സെയിം ക്വസ്റ്റ്യൻ അല്ലേ, ചേട്ടന്റെ ഫേവറേറ്റ് കളർ? ബ്ലാക്ക്. കറക്റ്റ് ആൻസർ ആണ്. നല്ലൊരു കൈഡി കൊടുത്തേ. എല്ലാരും കഴിച്ചോണ്ടിരിക്കല്ലേ? ശരിയാണെന്ന് കുഴപ്പമില്ല. ബ്ലാക്ക് അല്ലേ?
പിന്നെ സോറി കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സാരമില്ല ചേച്ചി, ഇനി അടുത്തതേ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി ചേട്ടനോട് ചോദിക്കുകയാണ്, രേഷ്മ ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഏത്? ബിരിയാണി. ശരിയാണോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ 50th MC ആണ്, 50ാമത്തെ. അപ്പം ഇത് ഒരു MCയെ സംബന്ധിച്ചിടത്തോളം 50 എന്ന് പറയുന്ന അത്ര വലിയ നമ്പറൊന്നും അല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നമ്പറാണ്. ഞാൻ 2022 ഡിസംബറിലാണ് ഫസ്റ്റായിട്ട് MC സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാനൊരു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ ഒന്നും എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് എനിക്ക് ഒരു MC എങ്കിലും ചെയ്യണം, അതും പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നില്ല, ഫ്രണ്ട്സിൻ്റെ ഒക്കെ മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അതുപോലെ കസിൻസിൻ്റെ ഒക്കെ വെഡ്ഡിങ്ങിന്, എൻഗേജ്മെൻറ്റിന്, മറ്റ് പ്രോഗ്രാംസിനൊക്കെ നമ്മൾ MC ഒക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ പിന്നീട് കുറച്ച് ഇറങ്ങി വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു, എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇത് ചെയ്യണം എന്ന്. അപ്പോൾ ആ ഒരു ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ ഇത്രയും നമ്പർ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം കാർത്തികിൻ്റെയും രേഷ്മയുടെയും സംഗീത് ഡേ ആയിരുന്നു എൻ്റെ ഒരു 50th വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രസ്സ് തന്നെയാണ്. എൻ്റെ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ കുറേ നാളായിട്ട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത മെറ്റീരിയൽസാണ്, ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ചെയ്തതാണ്. പക്ഷേ ഇപ്പം എനിക്കത് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്തുകൊണ്ട് കുറേ ആൾക്കാരുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റി. അതിലൊത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ വളരെ നല്ല രീതിയിൽ പോയി. പിന്നെ അങ്ങോട്ട് കുറേ അടിപൊളി പാട്ടും ഡാൻസും ആയിരുന്നു. പിന്നെ DJ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു DJയോട് കൂടിയായിരുന്നു പരിപാടി മൊത്തം നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഡേയിൽ നടന്ന സംഗീതമായിരുന്നു, സംഗീത നൈറ്റ് ആയിരുന്നില്ല. അപ്പം നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരു 12:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ പ്രോഗ്രാം അവിടെ വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഡാൻസ്, പാട്ട്, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോവായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാനും ഹെലനും കൂടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഹെലൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്